ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയോ? ഇന്ന് അടിപൊളിയുമായി നമ്മുടെ ഒരു രസത്തിൻ്റെ വീഡിയോസായിട്ട് വന്നിരിക്കുന്നത് പച്ചമുളക് രസം. എല്ലാവർക്കും രസം നല്ല ഇഷ്ടമാണല്ലേ? അപ്പം നമുക്കിന്ന് രസത്തിൻ്റെ കൂട്ടെന്തെല്ലാമെന്ന് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10ഓളം ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയെണ്ണം ഇഷ്ടമാണോ അത്രത്തോളം വിളിക്കാം. അപ്പോൾ ഞാനൊരു 10ഓളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 പച്ചമുളകും ഒരു 2 ഇല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തക്കാളി ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളിയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് തക്കാളി ഈ രസത്തിന് ഇങ്ങനെ പൊന്തി ചേർക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വലിയ ജീരകം പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമല്ലിയുടെ. അതൊന്ന് ഇങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു കുത്തില്ലേ, ഈ കല്ലിൽ അതിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു മല്ലിയും പിന്നെ കുരുമുളകും പിന്നെ പെരിഞ്ചീരകം ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാ ഈ ഒരു വെളുത്തുള്ളിയുടെ അതിൻ്റെ തൊലി കളയാതെ വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ രസത്തിന് ഇങ്ങനെ കാണാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാണാനും നമ്മൾ വായിലൊന്നും അങ്ങനെ വല്ലാതെ കുത്തൊന്നുമില്ല കേട്ടോ. ഒന്ന് ചതഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ പച്ച കുരുമുളകും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും രസം നല്ല ഇഷ്ടമായിരിക്കുമല്ലേ? രസത്തിൻ്റെ രസം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ, വേറെ എന്ത് കറിനേക്കാളും. അപ്പോൾ നമ്മളിതൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കായ കഷ്ണമില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് വാട്ടിയെടുക്കുക ആദ്യം തന്നെ കേട്ടോ. അപ്പം നമ്മളിതാ ആദ്യം തന്നെ ആ ഒരു പച്ചക്കായല്ലേ കായ കഷ്ണം കേട്ടോ അത് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും 2 മണി ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണക്കമുളകും ഇട്ട് കൊടുക്കാൻ, ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ തൊലികൾ കളഞ്ഞിട്ടില്ല. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു പൊടികളില്ലേ, നമ്മുടെ മല്ലിയും പിന്നെ കുരുമുളകും എല്ലാം പൊടിച്ച് വെച്ച ഓരോ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് അതിലേക്ക് ഇല്ലേ പിന്നെ നമ്മുടെ ഈ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ മല്ലിയും കുരുമുളകും പെരിഞ്ചീരകം എല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഒരു അടിപൊളി രസവും അടിപൊളി മണവും അടിപൊളി രുചിയും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ രസം ഉണ്ടാക്കാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു രസം ഉണ്ടാക്കുന്നത്. നമ്മൾ ചീനമുളക് കൊണ്ട് ഇങ്ങനെ രസം ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചീനമുളക് ഇല്ലാത്ത കാരണം പച്ചമുളക് എടുത്ത് വെച്ചാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ നമ്മളുടെ പച്ചമുളകും പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അത് മാറണം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ എടുക്കണ കാരണം കേട്ടോ ഇങ്ങനെ മെല്ലെ ഇളക്കുന്നത് കാണിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവാണ് തോന്നിയപ്പോൾ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കറിക്ക് നമ്മുടെ ഫോണിൽ കുറച്ച് കളറിങ്ങൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി തോന്നുന്നു കേട്ടോ. എങ്കിലും ഇതിൻ്റെ ഈ ഒരു രസത്തിനധികം കാണാൻ ഭംഗിയും ചെയ്യണമെന്നില്ലെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ കുടിച്ച് നോക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ആവശ്യത്തിനുള്ള കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വാളംപുളി എടുത്തിട്ട് അതിൻ്റെ പുളി വെള്ളമല്ലേ അതാട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിത് വീണ്ടും ഇവിടെ രസമൊക്കെ കുറച്ച് വെള്ളം പോലെ ആയിട്ടോ ഇഷ്ടം. അപ്പോൾ അത് കാരണം കുറച്ച് തോനെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം കേട്ടോ. ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ഒരു തക്കാളിയുടെ 4 പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ അടിപൊളിയുടെ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. പിന്നീട് നമുക്കൊരു 2-3 വട്ടം തിളച്ച് വന്നാൽ നമ്മുടെ ഈ ഒരു രസത്തിൻ്റെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ അറിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എങ്കിലും നമ്മുടെ ഈ ഒരു രസത്തിന് ഒരു പ്രത്യേക ഒരു മണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ നമ്മൾ കറിവേപ്പിലയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനിത് ഉണക്കമുളക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തത്. ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയ നമ്മുടെ ഈ ഒരു രസത്തിൻ്റെ റെസിപ്പിയും അതിൻ്റെ മുന്നേ ഞാനൊരു 2-3 അച്ചാറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം ഒരു അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഞങ്ങളുടെ രസവും പിന്നെ നമുക്ക് കേബേജ് ഉപ്പേരിയും മത്തി വറുത്താക്കിയിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് വെള്ളം നനച്ച് ചോറൊക്കെ തന്നു അലഹദില്ല റാഹത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോകൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ ബൈ. ഇൻഷാല്ലാ വീണ്ടും കാണാം.